മലയാള സിനിമയുടെ അഭിമാന താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും. പല ഇൻഡസ്ട്രിയിലും സൂപ്പർ താരങ്ങളുടെ കാര്യത്തിൽ തലമുറ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും മോളിവുഡ് ഇപ്പോഴും താങ്ങി നിർത്തുന്നത് മമ്മൂട്ടിയും മോഹൻലാലുമാണ്. ബോക്സ് ഓഫീസിൽ റെക്കോർഡുകളുമായി മോഹൻലാൽ ഇൻഡസ്ട്രിയിൽ കളം നിറയുമ്പോൾ വ്യത്യസ്ത കഥാപാത്രങ്ങളെ തേടിപ്പിടിച്ച് ചെയ്തുകൊണ്ട് മമ്മൂട്ടി ഇൻഡസ്ട്രിയെ ഞെട്ടിക്കുകയും ചെയ്യുന്നു. കരിയറിൻ്റെ പുതിയ ഫേസിലെത്തി നിൽക്കുമ്പോഴും ഇരുവരുടെയും ലൈനപ്പുകൾ സിനിമാ പ്രേമികളെ ഞെട്ടിക്കുന്നതാണ്. ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്ന വേഷങ്ങളിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നതും ഇതുവരെ കാണാത്ത വേഷങ്ങളിൽ മമ്മൂട്ടി എത്തുന്നതും മറ്റ് ഇൻഡസ്ട്രികൾക്ക് പാഠമാണിത്. ഇപ്പോഴിതാ ഇരുവരുടെയും അടുത്ത ചിത്രങ്ങളെക്കുറിച്ച് വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ച. കഴിവുള്ള യുവ സംവിധായകരുമായി കൈകോർക്കാൻ എപ്പോഴും താല്പര്യം പ്രകടിപ്പിക്കുന്ന മമ്മൂട്ടി ഇത്തവണ പുതുമുഖമായി അവസരം നൽകുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ പ്രേക്ഷകരെ ഞെട്ടിച്ച പാർവതി തിരുവോത്ത് ആദ്യമായി സംവിധായക കുപ്പായമണിയുന്ന ചിത്രത്തിലെ മമ്മൂട്ടി നായികാവേഷം കൈകാര്യം ചെയ്തേക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ചിത്രത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് അധികം വൈകാതെ പുറത്തുവരുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം മോഹൻലാൽ മറ്റൊരു ട്രാക്കിലാണ്. കരിയറിൽ മികച്ച സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള സത്യൻ അന്തിക്കാടുമായി അദ്ദേഹം ഒരിക്കൽ കൂടി കൈകോർക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇരുവരും അവസാനമായി ഒന്നിച്ച ഹൃദയപൂർവ്വം ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നു. ചിത്രത്തിന്റെ അവസാനഘട്ട ചർച്ചകൾ നടക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. രണ്ട് ചിത്രങ്ങളും ഷൂട്ട് ഈ വർഷം തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ധനുഷ് നായകനായ D55 തിരക്കിലാണ് മമ്മൂട്ടി. ഇതിനുശേഷമായി ആയിരിക്കും പാർവതി തിരുവോത്തുള്ള പ്രോജക്റ്റ് എന്ന് കരുതുന്നു. ഖാലിദ് റഹ്മാനുമൊത്തുള്ള മട്ടാഞ്ചേരി മാഫിയ, നിധി സഹദേവനൊപ്പമുള്ള പ്രോജക്റ്റ് എന്നിവയും മമ്മൂട്ടിയുടെ ലൈനപ്പിലുണ്ട്. ഇൻഡസ്ട്രി ഹിറ്റ് സമ്മാനിച്ച തരുൺ മൂർത്തിക്കൊപ്പമുള്ള അതിമനോഹരത്തിൽ തിരക്കിലാണ് മോഹൻലാൽ ഇപ്പോൾ. ചിത്രത്തിന്റെ അവസാനഘട്ട ഷൂട്ടിംഗാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം പ്രിയദർശന്റെ 100ാമത്തെ ചിത്രത്തിലാണെന്ന് കണക്കൂട്ടൽ. എന്നാൽ ഈ പ്രൊജക്ടിനു മുമ്പ് സത്യൻ അന്തിക്കാടുമൊത്തുള്ള ചിത്രം ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നു.